ബച്ചോ സബ്സെ ബഡാ ഷോമേൻ എന്ന പാഠഭാഗത്തിലെ ഏതാനും ചില ചോദ്യങ്ങൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ തന്നെയുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഇസ് അഭദ്ര ചോറിനെ മാം കോ സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ കർ ദിയ. ഈ മാന്യമല്ലാത്ത ശബ്ദം, ബഹളം, ഒച്ച അമ്മയെ സ്റ്റേജിൽ നിന്നും മാറി നിൽക്കാൻ നിർബന്ധിതയാക്കി. ഉസ് സ്റ്റേജ് സെ ഹട്ടെ സമയ മാം കി ഹാലത്ത് കേസി ഹോഗി. അങ്ങനെ സ്റ്റേജിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നതാണ് ചോദ്യം. എന്തായിരുന്നു? മാംനെ ബഹുത്ത് തനാവ് കാ അനുഭവ് കിയാ ഹോഗ. അമ്മ വളരെ വലിയ തോതിൽ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാവും. ജബ് താരീഫ് കർനെ വാലെ മാം കി ഹാലത്ത് സംജെ ബിനാ ഷോർ മച്ചാ രഹേ തെ. തന്നെ അഭിനന്ദിക്കുന്ന ആൾക്കാർ തന്നെ, കൈയടിക്കുന്ന ക്ലാപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ ഈ രീതിയിൽ, മാന്യമല്ലാത്ത രീതിയിൽ ബഹളം വെച്ചപ്പോൾ അമ്മക്ക് വല്ലാത്ത വിഷമം തോന്നി കാണും. കിസി ഭി കലാകാർ കെ ലിയെ യഹ് സഹ് പാന മുഷ്കിൽ കി ബാത് ഹൈ. ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് അസഹനീയമാണ്. മാം വിവശ ഹുയി ഹോഗി. അമ്മ വിവശത അനുഭവിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 5 സാൽ കാ ചാർലി സ്റ്റേജ് പർ അകേലാത്ത. 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ തനിച്ചായിരുന്നു. ഉസ് സമയ ചാർലിനെ ക്യാ സോച്ചാ ഹോഗ. ആ സമയത്ത് ചാർലി എന്തായിരിക്കും ചിന്തിച്ചിരിക്കുക? ചാർലിനെ സോച്ചാ ഹോഗ. ചാർലി ചിന്തിച്ചിട്ടുണ്ടാകും. കി മാംനെ ക്യോ ഗാന ബന്ദ് കിയ. അമ്മ എന്തിനായിരിക്കും പാട്ട് അവസാനിപ്പിച്ചത്? മാംനെ ക്യോ മുझे യഹാം അകേല ചോട് ദിയ. അമ്മ എന്തിനാണ് എന്നെ ഒറ്റയ്ക്ക് ഇവിടെ തനിച്ചാക്കി പോയത്? ഇത്തനെ അധികം ലോകോं के सामने क्या करूं. ഇത്രയും ആൾക്കാരെ മുമ്പിൽ ഞാൻ എന്തു ചെയ്യും? മാംനെ ഗാനെ കോ കഹാ ഹൈ. അമ്മ പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലിയെ മേ ഗാവുങ്ക. അതുകൊണ്ട് ഞാൻ പാടും. ആ രീതിയിലായിരിക്കാം. ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരം എഴുതാം. ഒരു സാമ്പിളാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തത്, ഇസ് ബാത്തിനെ ഹാൾ കോ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ ക്യോ. ഈ കാര്യം ഹാളിനെ ചിരിമന്ദിരമാക്കി മാറ്റി. എന്തുകൊണ്ട്? ഏത് കാര്യം? ചാർലി സ്റ്റേജ് കെ വ്യവഹാർ നഹീ ജാൻതാ താ. സ്റ്റേജ് പെർഫോമൻസിൻ്റെ ബിഹേവിയർ ഒന്നും, പെരുമാറ്റമൊന്നും ചാർലിക്ക് അറിയില്ല. വോ സ്റ്റേജ് മേ ബാലസഹജ ഭോലേപ്പൻ സെ ജീ രഹാ താ. ബാലസഹജമായ നിഷ്കളങ്കതയോടെയാണ് സ്റ്റേജിൽ ചാർലി പെരുമാറുന്നത്. ഉസ്കാ ഗാന രോക്ക് കർ പൈസ ബട്ടോർനെ കി ഘോഷണ. പൈസ എല്ലാവരും വർഷിച്ചപ്പോൾ പാട്ട് നിർത്തിയിട്ട് ഞാനിതാദ്യം പെരുക്കട്ടെ എന്നിട്ട് പാടാമെന്നുള്ള ആ വിളംബരം. അതുപോലെ തന്നെ മാനേജർ കെ പീച്ചെ സന്ദേഹ കെ സാത്ത് ജാന. മാനേജറിൻ്റെ പിറകെ സംശയത്തോടുകൂടി ഉള്ള പോക്ക്. ആദി ഇസ്കാ ഉദാഹരണ ഹെ. ഇതൊക്കെയാണ് ആ ചാർലിയുടെ ബാലസഹജമായ നിഷ്കളങ്കത. കിസി ഭി ബാലക് കെ ഇസി പ്രകാർ കെ വ്യവഹാർ. ഏതൊരു കുട്ടിയുടെയും ഇപ്രകാരമുള്ള പെരുമാറ്റം ദേഖ്നെ പർ ലോഗ് സബ് കുച്ച് ഭൂൽ കർ ഹസ്നെ ലഗ്തേ ഹെ. ആരായാലും ജനങ്ങൾ ഇത്തരത്തിലുള്ള നിഷ്കളങ്കത കണ്ടാൽ തീർച്ചയായും ചിരിച്ചു പോകും. ഉസ്നെ ജന്മ ലേ ലിയാ താ ഇസ്കാ മത്ലബ് ക്യാ ഹെ. അവൻ ജന്മമെടുത്തിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ചാർലി ചാപ്ലിൻ വിശ്വ കെ ഇതിഹാസ് മേ ഏക് അദ്വിതീയ വ്യക്തിത്വ ഹെ. ലോക ചരിത്രത്തിലെ പ്രശസ്തമായ വ്യക്തിത്വമാണ് ആര്? ചാർലി ചാപ്ലിൻ. അപ്പനി മാം കി വിവശത ഹി ഉസ്കെ സ്റ്റേജ് മേ മാനെ കാ കാരൺ ബന. തൻ്റെ അമ്മയുടെ വിവശതയാണ് അവൻ സ്റ്റേജിലേക്ക് വരാനുള്ള കാരണം. 5 സാൽ കെ ഉസ് ഭോലേപ്പൻ മേ ഹി. 5 വയസ്സിലുള്ള ആ നിഷ്കളങ്കതയിൽ തന്നെ ഉസ്നെ ലോകോं को ആനന്ദിത് കർ ദിയ. ജനങ്ങളെ ജാക്ക് ജോൺസൺ ഗാനത്തിലൂടെ ആനന്ദഭരിതരാക്കി. ഇസ്ലിയെ ഐസാ കഹാ ഗയാ ഹെ. അതുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടുന്നത്.